എണീക്കാൻ. അപ്പം ഞാൻ വേഗം ഒരു പണി വെറ്റിച്ചു. എന്താണെന്നറിയാമോ? കുറച്ച് പൊന്നീരിയിട്ട് ചോറ് വെച്ചു. അപ്പം പെട്ടെന്നായി. മട്ടേരിയൊക്കെ ആകുമ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ആവും. അല്ല, നമ്മൾ കുക്കറിൽ വിസിലടിച്ചെടുക്കണം. കുക്കറിൽ വിസിലടിച്ചെടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഞാൻ മാക്സിമം അടുപ്പിൽ തന്നെ വെക്കാറാണ് പതിവ്. അപ്പം നമ്മൾ പൊന്നിയരി ചോറിട്ട് വെച്ചു. അങ്ങനെ ഇത് രാവിലെ ഒന്നും കഴിക്കാതെ പോയിരിക്കുന്ന കക്ഷി കേട്ടോ. അപ്പം നമ്മൾ പൊന്നിയരി ചോറിട്ട് കൊടുത്തു. നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. ക്യാരറ്റും നെല്ലിക്കയും കൂടെ ഉപ്പിലിട്ടത് വെച്ച് കൊടുത്തു. പിന്നെ എന്താണെന്നറിയോ? സിലോപ്പിയ മീൻ തൊലിയൊക്കെ പൊളിച്ച് വറുത്തുണ്ടായി കേട്ടോ. അതിന് 2 പീസ് വെച്ച് കൊടുത്തു. ചെറിയ ചെറിയ പീസാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. പിന്നെ എന്താണെന്നറിയോ? അമ്മ എനിക്ക് 2 ഉണക്കമീൻ വറുത്തതും മുളകും കൂടി വെച്ച് തരണമെന്ന് പറഞ്ഞു. ഇതാ ഉണക്കമീൻ വറുത്തതും മുളകും കൂടെ. പിന്നെ ചമ്മന്തി വേണ്ടേ? തക്കാളി ചമ്മന്തി. മുരിങ്ങയില തോരനാണ് കേട്ടോ ഇന്ന്. മുരിങ്ങയില ഞാൻ എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് രോഗങ്ങളൊന്നും വരാണ്ട് നമ്മളെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പം മുരിങ്ങയില തോരനുണ്ട്. ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയോ? രാവിലെ ദോശയ്ക്കും ചോറിനും എല്ലാം കൂടെ ഒരു കറി അങ്ങ് വെച്ചു. ഞാൻ ഗ്രീൻ പീസ് കറി വെച്ചു കേട്ടോ. അപ്പോൾ അത് ഉച്ചയ്ക്കത്തേന് ചോറിനുമായി, രാവിലെ ദോശയ്ക്കുമായി. അങ്ങനെ ഗ്രീൻ പീസ് കറിയും. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കിയാലോ? നാടൻ കോഴിമുട്ട വറുത്തതുണ്ട്, ക്യാരറ്റ് നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്, മുരിങ്ങയില തോരനുണ്ട്, തക്കാളി ചമ്മന്തിയുണ്ട്, സിലോപ്പി മീൻ വറുത്തതുണ്ട്, ഉണക്കമീനും മുളകും കൂടി വറുത്തതുണ്ട്, ഗ്രീൻ പീസ് കറിയുണ്ട്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ മക്കളെ പൊത്തി പൊത്തി അങ്ങ് വളർത്തും. 11, 12 ഒക്കെ നല്ലതുപോലെ ഉറക്കമുളച്ചിരുന്ന മാർക്കൊക്കെ വാങ്ങി ഇവരെ പഠിക്കാനായിട്ട് വിടുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു ഫ്രീഡം കിട്ടുകയാണ്. നിങ്ങൾ സ്കൂളിൽ പോകണ്ടോ, കഴിച്ചോ, നിങ്ങൾ എവിടെയാണ് മക്കളെ, ഉറങ്ങിയോ, ഒന്നും ചോദിക്കാൻ ആളില്ല. അഥവാ ചോദിച്ചാൽ ഇവരെന്ത് പറയുമെന്നറിയുമോ? ഞങ്ങൾ സ്കൂളിൽ പോയി. സ്കൂളിലൊന്നും ആയിരിക്കില്ല മിക്കവാറും. അപ്പം എന്താണ് മക്കളെ എന്നൊക്കെ ചോദിക്കുമ്പം അവരവരുടേതായ ഒരു രീതിയിൽ ആൻസർ പറയുകയാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണോ? നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുന്നവരുടെ. നിങ്ങൾ 6 പേരുള്ളൊരു ഗ്രൂപ്പിലാണ് കയറുന്നതെന്ന് വെച്ചോ. ഇപ്പോൾ ഒരാൾ തന്നെ അല്ല പഠിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കൂടെ ഒരു 6 പേരും കൂടെ ഉണ്ടെന്ന് വെച്ചോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ സ്മാർട്ടാണെങ്കിൽ കണ്ണി നോക്കി പറയണം, എനിക്കൊരു പുകയും വേണ്ട, എനിക്കൊരു സിപ്പും വേണ്ട ബ്രോ. ഇത് ചെയ്താലേ നിങ്ങളുടെ ഫ്രണ്ടാകാൻ പറ്റുള്ളെങ്കിൽ എനിക്കത് വേണ്ട ബ്രോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. അതുപോലെ എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ബ്രോ. അതുപോലെ നല്ലൊരു സമൂഹം ഉണ്ട് ബ്രോ. നമുക്ക് അവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ പഠിപ്പ്. അല്ലാണ്ട് നമ്മൾ ഒരു പുകയെടുത്തോ ഒരു സിപ്പപ്പിലൊന്നും തുടങ്ങുന്നതായിരിക്കില്ല. പിന്നെ 9 സിപ്പപ്പ് കഴിച്ചാലും മക്കളെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, സംഭവമൊക്കെ ശരി തന്നെയാണ്. അതിപ്പോൾ ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വരികയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കുടുംബം കുളമാകും. അതുകൊണ്ട് പറയുക, നമ്മളെ വിശ്വസിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ചായിരിക്കും നമ്മളെ പറഞ്ഞയക്കണേ. അതല്ലെങ്കിൽ നല്ല സുഖങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, അങ്ങനെയും പറഞ്ഞയക്കുന്നവരുണ്ടാവും. പക്ഷേ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ നമ്മളെ മറക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിനൊരു നല്ല ലക്ഷ്യം ഉണ്ടാകുക. എനിക്കൊരു നല്ല ലക്ഷ്യമുണ്ട് ബ്രോ. കണ്ണി നോക്കി പറയണം, എനിക്കിത് വേണ്ട ബ്രോ. ഇത് ചെയ്താൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെ കയറ്റുകയുള്ളെങ്കിൽ എനിക്കിത് വേണ്ട ബ്രോ.
സോറി ബ്രോ, നമ്മളായിട്ട് വഴക്കൊന്നും വേണ്ട. ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം, അല്ലെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നോക്കിക്കോളാം. നമ്മൾ കണ്ണി നോക്കിയിരുന്ന് പറയണം, അല്ലാതെ ഒരു സൈഡിലേക്ക് നോക്കിയിരുന്ന് ഒരു പുക വലിക്കാനോ ഒരു ഇതൊന്നും ആയിട്ടൊന്നും നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്. കണ്ണി നോക്കി പറയാനുള്ള കരുത്തുണ്ടാവണം. എന്ത് കാര്യത്തിനായാലും നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ മുക്കാവാശി, ഇപ്പോൾ പെൺകുട്ടികളായാലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ തലയൊരു വശത്തേക്ക് ചെരിഞ്ഞു പോയെന്ന് വെച്ചാൽ അത് വെച്ച് മുതലെടുക്കാനായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക. ഒത്തിരി മോശമായി നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും, നല്ല ആൾക്കാരും ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും മറക്കാതിരിക്കുക, വന്ന വഴികൾ ഒരിക്കലും മറക്കരുത്. അപ്പം നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നേറ്റമായിരിക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതും അധ്വാനിച്ചതും 10-12 വർഷം നമ്മളെ പഠിപ്പിച്ചതും ഒക്കെ അവരോട് നമുക്ക് കുറേ കടപ്പാടുകളുണ്ട്. അപ്പം നല്ല രീതിയിൽ നല്ലൊരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് തന്നെ ആയിരിക്കണം പോകുന്നത്. വേറെ ഒരു ലക്ഷ്യത്തിലേക്കും പോകാതെ എല്ലാ നന്മകളും നല്ലതും വരട്ടെ എന്ന് കുഞ്ഞുമക്കളോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരും വരെ ബൈ ബൈ.